ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വി ആർ എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് പുമ്മു ഭീമിൻ്റെ അടുത്ത് ഐ എം സോറി, നിന്നോട് ക്ഷമിക്കാമോ എന്ന് പറയുന്നതാണ്. അങ്ങനെ ആ ഒരു കാര്യം കേട്ടതും പെട്ടെന്ന് ഭീമാണെങ്കിൽ നീ ഇപ്പോൾ എന്താ പറഞ്ഞേ, നിനക്കെന്താ തലയ്ക്കൊരു അസുഖമുണ്ടോ, നിനക്ക് വല്ല പനിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനിങ്ങനെ പനിയുണ്ടോ എന്നങ്ങനെ തൊട്ട് നോക്കുകയാണ്. ആ ഒരു ടൈമിന് പുമ്മു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമ് പക്ഷേ നീ ഇപ്പോൾ എന്തോ പറഞ്ഞല്ലോ, നീ ഒന്നും കൂടെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഭീമ് അല്ല നീ പറയുന്നേ ഞാൻ നേരെ കേട്ടില്ലായിരുന്നു, നീ ഇപ്പോൾ സോറിന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലോ, എന്താ കാര്യം ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മാണെങ്കിൽ എനിക്ക് വിശക്കുന്നു, വാ പോയി ഫുഡ് കഴിക്കാം, എൻ്റെ അവിടെ വന്ന് എനിക്ക് ഫുഡ് വാങ്ങിച്ചിടാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഭീമ് വീണ്ടും പുമ്മിനോട് ചോദിക്കുകയാണ്. ആ സമയം പുമ്മ് ഒന്നുമില്ലാതെ പറഞ്ഞിട്ട് അവിടെ നടന്നു പോവാണ്. അങ്ങനെ ഭീമും അവൻ്റെ കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ നേരെ പുമ്മിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാൻറ്റീനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് പുമ്മ് ഭീമിനും കൂടെ വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഭീമിന് അറിയത്തില്ല. ഭീമ് ഫുഡ് വാങ്ങാനായിട്ട് ചെന്നപ്പോൾ 2 പ്ലേറ്റ് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് ആ സീറ്റിൽ വന്നിരുന്നപ്പോൾ പുമ്മിൻ്റെ അടുത്ത് എനിക്കുള്ള ഫുഡ് കൂടെ നീ ഓർഡർ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ പുമ്മ് ഇല്ല ഞാൻ ഓർഡർ ചെയ്തില്ല, ഒരുപക്ഷെ അവർക്ക് മാറിപ്പോയതായിരിക്കും, എന്തായാലും തന്നയല്ലേ കഴിക്കാനായിട്ട് പറയാണ്. മനഃപൂർവ്വം വിട്ടു കൊടുക്കാത്ത രീതിയിൽ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇരുന്ന് കഴിക്കാനിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് ടാൻ ഓടി വരികയാണ്. ടാനിൻ്റെ കണ്ണിൽ പെടാതെ ഇത്രയും ദിവസം രക്ഷപ്പെട്ട് നടക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവരുടെ ഒരുമിച്ചിരിക്കുന്ന ടാൻ ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. ടാൻ വന്നുണ്ടെങ്കിൽ അല്ല നിങ്ങളെന്തിനാണ് ഒരുമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ എന്തോന്ന് പറയണമെന്ന് അറിയാതിരിക്കുകയാണ്. ആ സമയം ടാൻ തന്നെ അവൻ്റെ അടുത്ത് ഓ നിനക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫുഡ് ഇഷ്ടമാണല്ലേ, അതുകൊണ്ടാണല്ലേ നീ ഇങ്ങോട്ട് വന്നത്, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പുമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ നീ അവൻ്റെ കൂടെ ജോയിൻ ചെയ്താണല്ലേ എന്ന് പറയുന്നുണ്ട്. ഭീം എന്ത് കളത്തരം പറയുന്ന ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. ടാൻ തന്നെ അതിനൊരു അവസരം ഇട്ട് കൊടുത്തു. ഭീമ അപ്പോൾ അതെ അതോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയം ടാനാണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ വാങ്ങിച്ചെന്ന സ്നാക്സ് ഫാങ്ങിന് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുമ്മാണെങ്കിൽ അതവന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ടാനിന് സന്തോഷമാവുകയാണ്. ഈ സമയം ഇതിനെക്കുറിച്ചൊന്നും അറിയണതുകൊണ്ടല്ലേ ഭീമാണെങ്കിൽ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫാങ്ങാണെങ്കിൽ പുമ്മിനെ കോൾ ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ആ ഒരു സാധനം വേണം വാങ്ങിച്ചുകൊണ്ട് തരാനായിട്ട് പറയുന്നുണ്ട്. പുമ്മ സമയം പെട്ടെന്ന് തന്നെ വരാൻ തുടങ്ങി കോൾ കട്ട് ചെയ്യാണ്. ആ ടൈമിൽ ടാൻ ആരാ വിളിച്ചതെന്ന് വെച്ചപ്പോഴത്തേക്കും പുമ്മാണെങ്കിൽ ഫാങ്ങാണ് വിളിച്ചത്. അവൻ്റെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അവന് അത്യാവശ്യമായിട്ട് കുറച്ച് ഫെവിക്കോൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ അത് കൊണ്ടു കൊടുക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേക്കണ്ട് ചെന്നതും ടാനാണെങ്കിൽ വേണ്ട അവനുള്ള ഫെവിക്കോളല്ലേ, അത് ഞാൻ വാങ്ങിട്ട് കൊടുത്തോളാം, നീ ഇവിടെ നിന്ന് കഴിക്കുന്ന ഇറങ്ങിയിട്ട് ടാൻ നല്ല സ്പീഡിന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഈ ഒരു ടൈമിന് ഭീമാണെങ്കിൽ ഇനി ഞാൻ വല്ല വർക്കും ചെയ്യണോ, ഇല്ലെങ്കിൽ ഞാൻ പൊക്കോട്ടേയും ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മാണെങ്കിൽ നീ കഴിക്ക്, നിന്നെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ടാൻ ഫെവിക്കോൾ വാങ്ങിച്ചിട്ട് ഫാങ്ങിന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയതും ഫാങ് വാങ്ങിച്ചിട്ട് താങ്ക്സ്, എന്നൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. ഇത് കൊണ്ടുകൊടുത്തത് ടാനാണെന്ന് അവൻ കണ്ടില്ലായിരുന്നു. ഫാങ്ങാണെങ്കിൽ ടാനിന് നോക്കാതെയാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഫെവിക്കോൾ വാങ്ങിച്ചത്. ആ സമയം ടാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സൗണ്ട് വ്യത്യാസം കേട്ടിട്ട് ഫാങ് നോക്കിയപ്പോഴാണ് അത് ടാനാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പുമ്മ എവിടെയെന്ന് വെച്ചപ്പോൾ പുമ്മ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്, എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഫാങ്ങാണെങ്കിൽ ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ടാൻ ഇല്ല നീ പറഞ്ഞോ, ഞാനിപ്പോൾ ഫ്രീയാണ്, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫാങ് ഹെൽപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ ടാനും പ്രോജക്റ്റ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. ഈ ഒരു ടൈമിന് ടാനാണെങ്കിൽ പിക്കപ്പ് ലൈനൊക്കെ അടിക്കാനൊക്കെ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ സിറ്റുവേഷനിലായി തീരുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഫാങ്ങാണെങ്കിൽ അതെ നമ്മൾ ഫ്രണ്ട്സ് ആവുമെന്ന് തന്നെ ഞാൻ വിചാരിച്ച കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടാൻ ഒരുപക്ഷെ നമ്മൾ ഫ്രണ്ട്സിന് മേലെ ആയാലോ, എന്താ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ഫാങ് എന്താ പറയാൻ കേട്ടില്ല, ഒന്നും കൂടെ പറയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഇവൻ്റെ പിക്കപ്പ് ലൈൻ ചീറ്റി പോകുന്നുണ്ട്. ഈ ഒരു ടൈമിന് ടാനാണെങ്കിൽ അവന് കൊടുത്ത വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാങ്ങാണെങ്കിൽ നീ ശരിക്കും ഫ്രീ ആണെന്ന് വെച്ചപ്പോൾ ടാനാണെങ്കിൽ അതെങ്കിൽ ഫ്രീ ആണ്, നിനക്ക് വേണ്ടി ഇന്ന് മൊത്തം ഞാൻ ഫ്രീ ആണ് റെഡിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാങ് അവന് ചെയ്യാനായിട്ട് വേറൊരു വർക്ക് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വീണ്ടും ടാൻ കുറേ പിക്കപ്പ് ലൈനൊക്കെ എടുത്ത് അടിച്ചിട്ട് എനിക്ക് ഇതിനെ ഇഷ്ടമാണ്, ഞാൻ നിൻ്റെ പുറകെ നടന്നോട്ടേന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ടൈമിന് ഫാങ്ങാണെങ്കിൽ കളിക്കല്ലേ സമയം പോവാ, പെട്ടെന്ന് ജോലി ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ക്യൂ ആണെങ്കിൽ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ടൈമിന് ടോയ് ആണെങ്കിൽ അവൻ്റെ സ്കേറ്റ് ബോർഡും കൊണ്ട് അതുവഴി വരായിരുന്നു. ആ സമയം ക്യൂവിനെ കണ്ടിട്ട് അവനൊന്നും മിണ്ടാതെ ക്യൂവിൻ്റെ പുറകെ വന്ന് പതുക്കം മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ക്യൂവിനെ അങ്ങ് പേടിപ്പിക്കുകയാണ്. പെട്ടെന്ന് ക്യൂ ആണെങ്കിൽ നീ എന്താ ചെയ്യുന്നത്, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ, നീ ഇവനെ എന്തിനാണ് കളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ടൈമിൽ ടോയ് ആണെങ്കിൽ ക്യൂവിനിട്ട് ഇറിറ്റേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ക്ഷമ നശിച്ചപ്പം ക്യൂ ആണെങ്കിൽ നിന്നോടല്ലേ മാറിപ്പോയിരുന്ന് കളിക്കാൻ പറഞ്ഞെന്ന് പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട്
അവൻ്റെ സ്കേറ്റ് ബോർഡ് എടുത്ത് നമ്മുടെ ക്യൂവിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്ന് നിന്നിട്ട് സ്കേറ്റ് ബോർഡ് താഴെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം വീണ്ടും ഇറിറ്റേറ്റായിട്ട് ക്യൂ ആണെങ്കിൽ ഇവിടെയാണോ സ്കേറ്റ് ബോർഡ് ചെയ്യുന്നത്, പുറത്ത് പോയി ചെയ്യാൻ പറയുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ ഇവിടെ ഇരുന്നാണോ ഡ്രോയിങ് ചെയ്യുന്നത്, അതിൻ്റെ സ്ഥലത്ത് ചെന്നിരുന്ന് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ പരസ്പരം ഇറിറ്റേറ്റ് ആക്കിയിട്ട് നമ്മുടെ ക്യൂ ആണെങ്കിൽ ടോയിലിട്ട് ഓട്ടിക്കാണ്. ഈ ഒരു ടൈമിന് ഇവരുടെ ഒരു ബിൽഡിങ്ങിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് പീമിനെ പുമ്മ് അവൻ്റെ കാറിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെ പീമ് അവൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയതും ടോയ് ചെന്ന് അവൻ്റെ പുറകെ ഒളിക്കാണ്. ആ ഒരു ടൈമിന് പീമ് എന്താ കാര്യമെന്ന് വെച്ചപ്പോൾ ടോയ് ആണെങ്കിൽ ക്യൂ എന്നിട്ട് വെറുതെ ഓട്ടിക്കുക, എന്നിട്ട് കളിയാക്കാന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഞാനാണോ നീയാണ് ആദ്യം ഇറിറ്റേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് പുമ്മും കാറിൽ നിന്ന് ഇറങ്ങിയവരാണ്. പുമ്മിനും ടോയ്ക്കും പണ്ട് തൊട്ടേ അറിയാം, അവർ പണ്ടേ ഫ്രണ്ട്സ് ആയിട്ടുള്ളതാണ്. അങ്ങനെ പുമ്മിനെ കണ്ടതും ടോയ് ആണെങ്കിൽ ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ പുമ്മിനെക്കാളും ജൂനിയർ ആണല്ലോ ടോയ്. ആ സമയം പുമ്മാണെങ്കിൽ അല്ല നീ എബ്രോഡ് പഠിക്കാൻ പോകണമെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എങ്ങനെ ഈ കോളേജിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ഞാനെൻ്റെ പ്ലാൻ മാറ്റി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കോളേജ് വന്നിട്ട് ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. ഈ ഒരേ കോളേജിലാണ് പഠിക്കുന്നതെന്നും ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ടിട്ട് ക്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും അതെ ഞങ്ങൾ പണ്ടേ ഫ്രണ്ട്സ് ആയിരുന്നു, ഹൈസ്കൂളിൽ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ടോയ് ആണെങ്കിൽ നമ്മുടെ പുമ്മും പീമും ഒരുമിച്ച് വന്ന് കണ്ടിട്ട് ഇവരുടെ ഒരു ഡേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പീമു നീ എന്തൊക്കെയാടാ പറയുന്നത്, ഞങ്ങൾ ഡേറ്റിംഗ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ പക്ഷേ കഴിഞ്ഞ ദിവസവും നിങ്ങളുടെ ഒരുമിച്ച് കാറിൽ പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ, എനിക്കത് ഉറപ്പുണ്ട് അത് പുമ്മിൻ്റെ കാറാണെന്ന്, നിങ്ങൾ ഡേറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ എന്താ പരിപാടിയും ചോദിക്കുകയാണ്. ആ സമയം പീമു ഒന്നുമില്ലടാ ചെക്കാന്ന് പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അവരായിട്ട് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ടോയ് ആണെങ്കിൽ ഞാൻ പാർക്കിൽ പോകാൻ പോവാണ്, പീമിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയാണ്. ആ സമയം പീമു ശരി ഞാൻ അവിടെ വന്നിരുന്ന് എൻ്റെ ഡ്രോയിങ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ക്യൂവിനെ വിളിച്ചപ്പോൾ വരുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പീം അപ്പോൾ വാന്നേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ക്യൂ സമ്മതിക്കുകയാണ്. ആ സമയം ഇത് കേട്ടോണ്ടിരുന്ന പുമ്മ് ഞാൻ അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത്, എൻ്റെ കാറിൽ കയറിക്കോ, ഞാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് വിടാമെന്ന് പറയുന്നുണ്ട്. ഇവരുടേത് ഭയങ്കര വലിയ കോളേജ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും 2.5 കിലോമീറ്റർ ദൂരെ കിടക്കുന്നതുകൊണ്ട് തന്നെ കാറിലൊക്കെ പോയാലേ സമയത്തിനെത്തത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവിടാമെന്ന് പറയാണ്. ആ സമയം പീമ് വേണ്ടാന്ന് പറയാൻ പോവാണ്. കറക്റ്റ് ടോയ് ആണെങ്കിൽ താങ്ക് യു സോ മച്ച്, ചേട്ടൻ എന്ത് നല്ല ആളാ, ചേട്ടൻ എന്ത് സ്നേഹമാണ്, ഞങ്ങളെ മൂന്നിനെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് പീമിനെയും ക്യൂവിനെയും കൂടെ ആയിട്ട് അവരുടെ ഡ്രോയിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനായി തിരിച്ച് പറഞ്ഞു വിടുക. അങ്ങനെ എല്ലായിടത്തും ഇവർ കാറിൽ പോകുന്ന ടൈമിന് ടോയ് ആണെങ്കിൽ നമ്മുടെ പുമ്മിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിരുന്നിട്ട് ഞാൻ ചേട്ടനെ കുറേ മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പുമ്മും നീ ഈ കോളേജിൽ ചേർന്ന് നന്നായി, എനിക്കും ഫാങ്ങിനും നിന്നെ ഇടയ്ക്കൊക്കെ നോക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിന്നെ ആരെങ്കിലും കളിയാക്കിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ടോയ് ആണെങ്കിൽ ക്യൂവിനൊന്ന് നോക്കിയിട്ട് ഒരാളെന്നെ കളിയാക്കുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ ടോയിനെ വലിച്ച് നേരെ ഇരുത്തിയിട്ട് മര്യാദയ്ക്ക് ഇരിക്കുക, നീ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് AC ഇട്ടിട്ട് പോലും എനിക്ക് കാറ്റ് കിട്ടുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് ക്യൂ ആണെങ്കിൽ പീമിൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ നീയാണെങ്കിൽ വേറെ ആരെയോ കോൾ പ്രതീക്ഷിച്ചല്ലേ ഇരുന്നത്, അതാരാന്ന് ചോദിക്കുകയാണ്. ആ സമയം പീമ് അതൊന്നുമില്ല, അത് ഞാനൊരു സ്വപ്നം കണ്ടതാ, ഒരു പട്ടീനെ സ്വപ്നം കണ്ടേന്ന് പറഞ്ഞിട്ട് പുമ്മിനെ നോക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ എന്തായിരുന്നു സ്വപ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പുമ്മാണെങ്കിൽ പീമത് പറയാതിരിക്കാനായിട്ട് കിടന്ന് ചുമക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ പീമ് അതങ്ങ് പറയാണ്, സ്വപ്നത്തിൽ ഒരു പട്ടി എൻ്റെ അടുത്ത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ആ പട്ടി തിരിച്ചു വന്നില്ല, ഞാൻ വിചാരിച്ചു ആ പട്ടിയായിട്ട് പോയി ചത്ത് കാണുമെന്ന്, പക്ഷേ ആ പട്ടീനെ ഇപ്പം കൈ കിട്ടിയേക്കാൻ വല്ലതും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് ടോയ് ആണെങ്കിൽ എന്ത് വൃത്തിയായിട്ട് പട്ടിയല്ലേ അതൊക്കെ പറയാണ്, ഇതൊക്കെ കൊള്ളുന്നത് പുമ്മിനാണ്. അങ്ങനെ അവരെല്ലാവരും പാർക്കിലെത്താണ്. പുമ്മ് അവൻ പോകുന്ന വഴിക്ക് ഇവർ ഡ്രോപ്പ് ചെയ്യാനായിരുന്നു പറഞ്ഞത്, എന്നാൽ ഇവരെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പുമ്മ് ഇവരുടെ കൂടെ നടക്കുകയാണ്. ആ ടൈമിന് പീമ് നിനക്ക് പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ പുമ്മ് ഒന്നും മറുപടി പറയുന്നില്ല. ആ സമയം ടോയ് ആണെങ്കിൽ ഞാൻ സ്കേറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. ക്യൂവും ഞാൻ ഒരിടത്ത് ചെന്ന് ഡ്രോയിങ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. പീമ് പുമ്മിനോടൊന്നും മിണ്ടാതെ അവനും അവിടെ നിന്ന് എങ്ങോട്ടോ നടന്നു പോവാണ്. പുമ്മും പീമിനെ ഫോളോ ചെയ്തങ്ങ് ചെല്ലാണ്. അങ്ങനെ പീമ് ഡ്രോയിങ് ചെയ്യുന്ന ടൈമിന് പുമ്മ അവിടെ ഇരുന്നിട്ട് പീമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് പീമാണെങ്കിൽ അല്ല നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, നിനക്ക് പോയിട്ട് വരെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പുമ്മ് പാർക്കിൽ വന്നിരിക്കുന്ന നല്ല കാര്യമല്ലേ, പിന്നെ ഈ പാർക്ക് നിൻ്റെ പേരിൽ എഴുതി വെച്ചേക്കുന്നതല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം പീമ് ഇഷ്ടമുള്ളിടത്ത് ഇരുന്നോ, പക്ഷേ ഞാൻ ചോദിച്ചത് നീ എന്നാത്തിന് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതെനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മ് ഞാൻ നിന്നെ നോക്കിയില്ല
എന്ന് പറഞ്ഞപ്പോൾ പീമ് ആണോ നീ എന്നെ നോക്കിയില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം പൂമ്മ് ഞാൻ നിന്നെ നോക്കി, അത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ പറ്റിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തിരിച്ചു പോകുമെന്ന്. എന്നാൽ നീ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതോർത്ത് എനിക്ക് സങ്കടം വന്നു. നീ വെയിറ്റ് ചെയ്ത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷയല്ല, ഐ എം സോറി എന്ന് പറയാണ്. ആ സമയം പീമ് സോറി പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം, നീയും വെയിറ്റ് ചെയ്യാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇതേസമയം ക്യൂവിനെ കാണിക്കുമ്പോൾ അവനൊരു ബെഞ്ചിൽ ഇരുന്ന് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ടോയും അവിടെ ആയിട്ട് തന്നെ സ്കേറ്റ് ബോർഡിൽ സ്കേറ്റിംഗ് ചെയ്യായിരുന്നു. അങ്ങനെ ടോയ് ടയേർഡ് ആയപ്പോഴത്തേക്കും അവൻ വന്ന് ക്യൂവിൻ്റെ അടുത്തിരുന്നിട്ട് അവൻ്റെ ഡ്രോയിങ് നോക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എന്തിനാ ഇങ്ങനെ ഡ്രോയിങ് ഇതന്നെ നോക്കുന്നത്, ഇത് കണ്ടിട്ട് നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടോയ് ആണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കിൽസ് എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയാലോ, അതുകൊണ്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പറയാണ്. അതിൻ്റെ തന്നെ ക്യൂവിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് അടിപൊളിയായിട്ട് ഡ്രോയിങ് ചെയ്യുന്ന, ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഞാൻ എൻ്റെ എക്സാമിനൊക്കെ മുമ്പ് ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ദിവസവും ഞാൻ ഡ്രോയിങ് ചെയ്യാറുണ്ട്, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് ഞാൻ ഇതിൽ ടയേർഡ് ആയിട്ടില്ല, ഞാൻ ദിവസവും ചെയ്യുന്ന കാര്യമായിരുന്നു, പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എല്ലാത്തിലും അടിപൊളിയാന്നൊക്കെ പറയും, പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നെ നീ എൻ്റെ ജൂനിയർ ആയാലും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാരണം എപ്പോഴും ഞാൻ അടിപൊളിയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വെച്ച് നിനക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സങ്കടം ആവാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ ഇല്ല, ഞാൻ കമ്പയർ ചെയ്ത് നോക്കാറൊന്നുമില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, എനിക്കെങ്ങനെയെങ്കിലും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെപ്പോലെ തന്നെ നന്നായിട്ട് വരയ്ക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ അല്ല, എല്ലാത്തിലും കഴിവില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്ത് കാര്യമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എനിക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും നേരം ടോയ് ആണെങ്കിൽ അവിടെ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് നടക്കായിരുന്നല്ലോ. അപ്പോൾ ഇത് കേട്ടതും ടോയ് ആണെങ്കിൽ നമ്മുടെ ക്യൂവിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ പെൻസിൽ മാറ്റി വെച്ചിട്ട് വാ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിന് അവർ നല്ല ക്ലോസ് ആവുന്നുണ്ട്. ഇതേ സമയം പുമ്മിനെ കാണിക്കുമ്പോൾ പീം നേരത്തെ എഴുന്നേറ്റ് പോയിട്ട് ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ലായിരുന്നു. പുമ്മ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ടൈമിന് പീം 2 ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒന്ന് പുമ്മിൻ്റെ കൊടുക്കുകയാണ്. എന്നിട്ട് പുമ്മിനോട് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചു നീ നേരത്തെ എഴുന്നേറ്റ് പോകുന്നു, എന്തിനാ ഇവിടെ തന്നെ ഇരുന്നത്, ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നു, നിനക്ക് തോന്നിയില്ലേന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മാണെങ്കിൽ നീ നിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടല്ലേ പോയത്, പിന്നെ നീ എങ്ങനെ പോകാനാന്ന് പറഞ്ഞപ്പോൾ പീമും അന്ന് ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ നീ എൻ്റെ തന്നിട്ടല്ലേ പോയെന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മ് എൻ്റെ അടുത്തുള്ള ദേഷ്യം മാറാനായിട്ട് വേണമെങ്കിൽ നീ ആ ഷോപ്പിങ്ങിന് ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. അതിന് മറുപടി പീം കൊടുക്കുന്നില്ല. ആ സമയം രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടാനെയാണ്. ടാനാണെങ്കിൽ നമ്മുടെ ഫാങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ട് വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ടൈമിന് ഫാങ് അതിന് താങ്ക്സ് പറയാനായിട്ട് ടാൻ്റെ ഒരു ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുകയാണ്. ആ ഒരു ടൈമിൽ ടാനാണെങ്കിൽ വർക്കെല്ലാം കംപ്ലീറ്റ് ആയെന്ന് വെച്ചപ്പോൾ ഫാങ് ആണെങ്കിൽ ആ കംപ്ലീറ്റ് ആയി, നാളെ ഇത് പ്രൊഫസറിൻ്റെ കൊടുക്കേണ്ടതാണ് എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ടാനാണെങ്കിൽ എപ്പോഴും ഇതുപോലെ വർക്ക് ഒരുപാട് പാടായിട്ടാണോ ചെയ്യാനുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഫാങ് എപ്പോഴും പാടാവത്തില്ല, ചില പ്രോജക്റ്റെല്ലാം പ്രൊഫസറിൻ്റേതായ കോൺസെപ്റ്റിൽ ചെയ്യാൻ പറയും, അത് നമുക്ക് കൊണ്ടെത്തിക്കാൻ പാടാണ്, കാരണം അത് അപ്രൂവ് ആവോ ഇല്ലേന്ന് നമുക്കറിയത്തില്ല, സോ അതിന് അതിൻ്റേതായ ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടാന് ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എപ്പോഴായാലും ഞാൻ ഓടിയെത്താമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാങ് പക്ഷേ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുപാട് വർക്ക് ചെയ്യാനില്ലേ, എന്താ നീ അതൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ടാൻ ഫാങ്ങിൻ്റെ അടുത്ത് അതിന് മറുപടി പറയാതെ അവനെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് ഫാങ് വാങ്ങിച്ചു കൊടുത്ത ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാങ് അത് സാധാരണ ഒരു ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞപ്പോൾ ടാന് അതെനിക്കറിയാം, പക്ഷേ നീയല്ലേ ഇതെനിക്ക് വാങ്ങിച്ചു തന്നത്, അതുകൊണ്ട് ഇത് എക്സ്ട്രാ സ്വീറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പുമ്മിനെയും പീമിനെയും ടോയിനെയും ക്യൂവിനെയും കാണിക്കുമ്പോൾ ഒരു പാർക്കിൽ തിരിച്ചിറങ്ങി വരായിരുന്നു. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ ശരി ഞാനും ടോയ് ഇവിടെ നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് ടോയിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ചെല്ലാണ്. പീമും ആ സമയം പുമ്മിനോട് ഞാൻ തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കാൻ തുടങ്ങിയത് പുമ്മാനെ തുടങ്ങിയിട്ട് ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറയാണ്. ഒരു ടൈമിന് ക്യൂവും ടോയും കൊണ്ട് നടന്നു പോകായിരുന്നു. ആ സമയം ക്യൂ ആണെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. ടോയ് ആ സമയം പക്ഷേ നീ നിൻ്റെ വണ്ടി കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ക്യൂ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നെ കൊണ്ടുവിടാതെ വീണ്ടും പറയാണ്. ആ സമയം ടോയ് ആലോചിച്ചിട്ട് വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയവും ക്യൂ ആണെങ്കിൽ എങ്ങനെ ടോയിന് അവൻ്റെ കൂടെ കൊണ്ടുപോകാൻ ആലോചിക്കുകയാണ്. അങ്ങനെ ക്യൂ ആണെങ്കിൽ എനിക്ക് ആ സ്ഥലത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അതുവഴിയെ പോകുന്നത്, നിന്നെ ഞാൻ വിടാൻ എൻ്റെ കൂടെ വരാനായിട്ട് പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അവിടെ എന്ത് കാര്യം ഉള്ളതെന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കുറച്ച് സ്വർണ്ണം കുഴിച്ചെടുക്കാനുണ്ട്, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. കണ്ടിട്ട് ക്യൂവിന് ടോയിൻ്റെ അടുത്ത് എന്തോ ഒരു ഫീലിങ്സ് തോന്നി തുടങ്ങി, അതുകൊണ്ടാണ് അവൻ്റെ കൂടെ ഇങ്ങനെ ക്ലോസ് ആവാൻ ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇതേസമയം പുമ്മിനെയും പീമിനെ കാണിക്കുമ്പോൾ അവർ പോകാനായിട്ട് കാറിൽ കയറിയിരിക്കുകയാണ്. ആ സമയം പീമ് നിനക്കും ടോയിനും എങ്ങനെ പരിചയമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഹൈസ്കൂളിൽ പഠിച്ച ടൈമിന് ടോയിന് കുറേ പേരിട്ട് റാഗ് ചെയ്യാൻ കളിയാക്കുകയൊക്കെ ചെയ്യായിരുന്നു. ആ ടൈമിൽ ഞാനും ഫാങ്ങുമാണ് അവനെപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെ ഞങ്ങൾ ക്ലോസ് ആയി, അവനിപ്പോൾ ഞങ്ങളുടെ ബ്രദറാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ നിനക്കപ്പോൾ രക്ഷിക്കാനൊക്കെ അറിയാമോ, നീ അത്ര നല്ലവനാണെന്ന് ചോദിച്ചപ്പോൾ അതെ നിനക്കറിഞ്ഞുകൊണ്ട് അതിന് പല കാര്യങ്ങളും ഉണ്ട്, വേണമെങ്കിൽ നീ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിമ്മാണെങ്കിൽ ഞാൻ ആരെങ്കിലും കയറിയെന്നുണ്ടെങ്കിൽ എൻ്റെ 100% കൊടുത്തിട്ട് ഞാൻ അവരെ കയറി ചെയ്യാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പീമ ചിരിക്കുന്നുണ്ട്, പുമ്മും അവനെ നോക്കി ചിരിക്കുന്നു.
അതിനുശേഷം അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടാണ്. അങ്ങനെ തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും പുമ്മും കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് ഭീമിനോട് നീ ശരിക്കും എന്നോട് ക്ഷമിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം എന്ത് കാര്യത്തിനും ചോദിച്ചപ്പോൾ അല്ല ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ, അതിന് നീ എന്നോട് ശരിക്കും ക്ഷമിച്ചോ, ഐ എം സോറി എന്ന് പറയാണ്. ആ സമയം ഭീമാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഇനി ആരുടെ ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിലൊന്ന് തടവിയിട്ട് അവനാണെങ്കിൽ വീട്ടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാണ്. അവനങ്ങനെ റൂമിൽ ചെന്ന് കയറിയ ശേഷം അവൻ്റെ പെയിൻറ്റിങ് നോക്കിയിട്ട് പുമ്മ അവൻ്റെ അടുത്ത് സോറി പറഞ്ഞതും കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ അവൻ്റെ പെയിൻറ്റിങ് തീരാറായെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ പെയിൻറ്റിങ് പെട്ടെന്ന് തന്നെ തീർക്കാതിരിക്കാവോ എന്ന് പറഞ്ഞതും കാറിൽ വെച്ചിട്ട് ഞാൻ ആരെങ്കിലും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ 100% കൊടുത്ത് ഞാൻ അവരെ കെയർ ചെയ്യാന്നുണ്ടെന്ന് പറഞ്ഞതും എല്ലാം അവൻ ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം അവൻ ഓർക്കുന്നതും കാണിച്ചുകൊണ്ട് പാർട്ട് 1 ഞാനിവിടെ എൻഡാക്കാണ്. പാർട്ട് 2 ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് പാർട്ട് വരുന്നവരെ ബൈ.